ഹായ്, എല്ലാവർക്കും ചെമ്പരത്തയുടെ കമ്മിങ് സൂൺ പ്രൊമോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അഖിലാണ്ടേശ്വരി മരിച്ച വിവരം സന്തോഷത്തോടെ വിലാസിന് ചെന്ന് പ്രിയങ്കയെ അറിയിക്കുകയാണ്. പക്ഷേ മരിച്ചത് രാജേശ്വരിയാണ് എന്നറിയുമ്പോൾ വിലാസിനിയുടെ മോഹങ്ങൾ അവിടെ കൊഴിയുകയാണ്. അതിനുശേഷം സുബ്രു അഖിലാന്റി മരിച്ച വിവരം ആനന്ദിനെയും കല്യാണിയും അറിയിക്കുകയാണ്. ഇത് കേട്ട് തളർന്നു നിൽക്കുകയാണ് കല്യാണിയും ആനന്ദും. പക്ഷേ തൃച്ചംബരത്തേക്ക് പോകുന്ന ആനന്ദ് കല്യാണിയെ കൊണ്ടുപോകുന്നില്ല. കല്യാണിയെ കൂട്ടാതെ ആനന്ദ് സുബ്രുവിനൊപ്പം തൃച്ചംബരത്ത് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അഖിലാണ്ടേശ്വരി ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് വച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ എത്തിയ ആനന്ദിനെ ഒന്ന് അകത്തേക്ക് കയറാൻ പോലും ശിവരാമകൃഷ്ണൻ സമ്മതിക്കുന്നില്ല. അമ്മയെ കാണണം എന്ന് ആനന്ദ് പറയുമ്പോൾ അമ്മ എന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ആ അഖിലയുടെ ഭർത്താവായ ഞാൻ പറയുന്നു, നിന്റെ അമ്മ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി അല്ല എന്ന്. സുബ്രു ഒക്കെ എത്ര പറഞ്ഞിട്ടും ശിവരാമകൃഷ്ണൻ ആനന്ദിനെ അകത്തേക്ക് കയറ്റുന്നില്ല. അമ്മയെ കൊന്നവനാണെന്നും പറഞ്ഞ് ആനന്ദിനെ പുറത്താക്കുകയാണ് ശിവരാമകൃഷ്ണൻ. അതിനുശേഷം തളർന്ന മനസ്സോടെ ആനന്ദ് വീണ്ടും സുബ്രുവിന്റെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. വിഷമത്തോടെ ആനന്ദ് കല്യാണിയോട് പറയുകയാണ്, എന്നു മുതൽ ഞാൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയോ അന്നു മുതൽ എനിക്ക് എന്റെ അമ്മ ഇല്ലാതായി എന്ന്. ആദ്യമായി ആനന്ദ് തന്നെ തള്ളിപ്പറഞ്ഞ വിഷമത്തിൽ കരയുകയാണ് കല്യാണി. ദൈവത്തിന് തുല്യം കരുതിയിരുന്ന തന്റെ അഖില മേഡം മരിച്ചതിൽ വളരെയേറെ വിഷമിച്ചിരിക്കുകയാണ് കല്യാണി. ഇനി എന്താകുമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.